Hi dears, today we will be discussing the third part of nodal analysis. സോ ലാസ്റ്റ് രണ്ട് പാർട്ടിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത് ആ സെയിം സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ഈ പാർട്ടിലും ഫോളോ ചെയ്യുന്നത്. ആ സ്റ്റെപ്പിൽ ഒന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വി കൺസിഡർ ദി നോഡ്സ്, ദെൻ വി നെയിം ഇറ്റ്, then we put the reference voltage, then after that when we are writing the nodal equations, we consider the currents are leaving the node. Okay, the currents are leaving the node. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ കറൻസ് എല്ലാം ഓൾറെഡി അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഡയറക്ഷൻ ഓൾറെഡി അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വോൾട്ടേജസ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വി നീഡ് ടു ഫൈൻഡ് ഓൾ ദീസ് വോൾട്ടേജസ് ആൻഡ് ദി കറൻറ്റ്സ്. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഞാനിവിടെ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 3 നോഡുകൾ കൺസിഡർ ചെയ്ത് ഞാൻ അതിന് പേര് കൊടുക്കുന്നു കേട്ടോ. So this one is my V1, this is V2 and this is V3. Okay, ഇനി എന്താ സ്റ്റെപ്പ്, ഫസ്റ്റ് നോഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് നോഡ് അറ്റ് നോഡ് 1. ഓക്കെ, നോഡ് 1 എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോഡ് 1ൻ്റെ ഇക്വേഷൻസ് എഴുതുക. അപ്പം ആ നോഡ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് മറ്റേടത്ത് നമ്മൾ എന്താ എടുക്കുന്നത്, വി ആർ കൺസിഡറിങ് ദ കറൻസ് ആർ ലീവിങ് ദ നോഡ്. ഇവിടെ ഓൾറെഡി നോഡിൻ്റെ എല്ലാം കറൻസിനെ അവർ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഈ നോഡിലോട്ട് IM കയറുന്നുണ്ട്, പിന്നെ ഇതിന് ഈ ഒരു ബ്രാഞ്ച് ഉണ്ട്, അവിടെ എന്തുണ്ട്, IY ഉണ്ട്. ഓക്കെ, സോ IY ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ IX ഉണ്ട്, അപ്പോൾ അവനെ ഇങ്ങ് പിടിച്ച് ഇവിടോട്ട് ഇടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് IX ഇവിടെ. ഓക്കെ ആണോ? അപ്പോൾ ഈ നോഡിൽ മൂന്ന് കറൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്ത് എഴുതാം. അപ്പം KCL അപ്ലൈ ചെയ്യുക. ഇതാണ് അടുത്ത സ്റ്റെപ്പ്, KCL അപ്ലൈ ചെയ്യുക. അപ്പം KCL എന്തായിരുന്നു, ഒരു നോഡിലേക്ക് എൻ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്ന കറൻസിൻ്റെ സം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എൻ്റർ ചെയ്യുന്നത് പോസിറ്റീവും ലീവ് ചെയ്യുന്നത് നെഗറ്റീവും ആയിട്ടാണ് എടുക്കുന്നത്. സോ IM is positive for me. Then IX is negative and IY is negative, which is equal to 0. So this is my KCL. ഓക്കെ, ഇനി ഇതിനനുസരിച്ച് എഴുതുക. IM എന്ന് പറയുന്നത് എന്താണ്, ഈ ബ്രാഞ്ചിലെ വോൾട്ടേജ് ആണ്. ഓക്കെ, IM is flowing from this point to this point. സോ സോറി, ഞാൻ ഇവിടെ ഇതിടാൻ മറന്നു പോയത് കേട്ടോ. നമ്മുടെ പുട്ട് ദി റെഫറൻസ് വോൾട്ടേജ് ഒക്കെ ഇടണം കേട്ടോ, 0 വോൾട്ട്. ഓക്കെ, അപ്പോൾ ഈ നോഡിൽ നിന്ന് ഈ നോഡിലേക്കാണ് ആര് പാസ് ചെയ്യുന്നത്, IM പാസ് ചെയ്യുന്നത്. അപ്പം സത്യത്തിൽ നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ എഴുതിയേക്കുന്ന അതേ പ്രൊസീജിയറിൽ തന്നെ, അതായത് ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ വിച്ച് ഇസ് എ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആൻഡ് വിച്ച് ഇസ് ദി എൻഡിങ് പോയിൻ്റ്. ആ സ്റ്റാർട്ടിങ് പോയിൻ്റ് മൈനസ് എൻഡിങ് പോയിൻ്റ്, അങ്ങനെയാണ് നമ്മൾ ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇനിയും ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മളെ അധികം അഫക്റ്റ് ചെയ്യാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്താണ്, എല്ലാ കറണ്ടും നോഡിൻ്റെ പുറത്തേക്ക് പോകുന്നു, ലീവ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്കത് ഇതുവരെ പ്രശ്നമാവാഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ദ കറണ്ട് സ്റ്റാർട്ടിങ് ഫ്രം 0 to V1 by 10. ഓക്കെ ആണോ, മൈനസ് IX. സോ ദിസ് ഇസ് IX, കറണ്ട് സ്റ്റാർട്ടിങ് ഫ്രം V1 to V3 divided by that resistance. Is it okay? Minus IY, it is starting from V1 to V2 divided by 5. എടാ, ഇനി ഇവിടെ എല്ലാം ഒന്ന് ബ്രാക്കറ്റ് ഇട്ടേക്കണേ, ബിക്കോസ് ഈ മൈനസ് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതയുണ്ട് കേട്ടോ, അതുകൊണ്ട്. സോ ദിസ് വിൽ ബി മൈനസ് V1 by 10 minus V1 by 20 plus V3 by 20, okay, minus V1 by 5 plus V2 by 5 is equal to 0. ഇനി ഇതെന്താ അറേഞ്ച് ചെയ്ത് എഴുതുക, V1 അറേഞ്ച് ചെയ്ത് എഴുതുക. V1 അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു 1/10 ഉണ്ട്, ഒരു 1/20 ഉണ്ട്, ഒരു 1/5 ഉണ്ട്. ദെൻ V2 ഒരാളേ ഉള്ളൂ, സോ അത് ഡയറക്റ്റായിട്ട് അങ്ങ് എഴുതാം. V2 by 5 plus V3 by 20. V3 by 20 is equal to 0. ഞാനിതിനെല്ലാം അങ്ങ് ഇത് ചെയ്ത് പോയിൻറ്റഡ് ഇതിലാണ് എഴുതുന്നത്. 0.95 0.35 V1. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ LCM ഒക്കെ എടുത്ത് ചെയ്ത് നോക്കുക.
plus 0.2 V2 plus 0.05 V3 is equal to 0. So this is my first equation. Okay ആണോ? ഇനി എൻ്റെ സെക്കൻഡ് ഇക്വേഷനിലേക്ക് പോവാം. അറ്റ് നോഡ് 2. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ നോഡ് 2 ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നോഡ് 2 എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ എന്തുണ്ട്, മൂന്ന് ബ്രാഞ്ചുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ആ 3 ബ്രാഞ്ചിനെ ആദ്യം വരച്ചു. താഴേന്ന് അകത്തേക്ക് ഒരു കറണ്ട് സോഴ്സാണ് കൊടുത്തേക്കുന്നത്. സോ ഇറ്റ് വിൽ ബി പ്രൊവൈഡിങ് എ 10 ആംപിയർ കറണ്ട്. സോ ദാറ്റ് ഈസ് എ നോൺ ക്വാണ്ടിറ്റി. ദെൻ IY അകത്തേക്കാണ് കയറുന്നത്, ഞാനത് അതുപോലെ തന്നെ എടുത്തു. IZും അകത്തേക്കാണ് കയറുന്നത്, ഞാനത് അതുപോലെ എടുത്തു. അപ്പോൾ ഇനി ഞാൻ എഴുതുന്നതെന്ന് പറയുന്നത് എൻട്രിങ് കറണ്ട് പോസിറ്റീവും ലീവിങ് കറണ്ട് നെഗറ്റീവാണ്. സോ ഈ ഉള്ള കറണ്ട്സ് എല്ലാം തന്നെ എൻട്രി ചെയ്യുവാണ്. സോ ഐ വിൽ ബി ടേക്കിംഗ് ലൈക്ക് IY പ്ലസ് IZ പ്ലസ് 10 ഇസ് ഈക്വൽ ടു 0. ആ കോൺസ്റ്റൻറ്റിനെ ഞാനങ്ങ് അപ്പുറത്തിടുക കേട്ടോ, -10. ഓക്കെ ഫൈൻ. ഇനി IY പറയൂ. ഇനി നിങ്ങൾ പറഞ്ഞേ, IY എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം V1 ടു V2. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും, V1 മൈനസ് V2 ബൈ 5 പ്ലസ് IZ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, V3 മൈനസ് V2 ബൈ 10 ഇസ് ഈക്വൽ ടു -10. ഓക്കെ ആണോ? ഇനി ഇതിനെ എന്ത് ചെയ്യുക, ഇതിന്ന് ഇതെല്ലാം V1 ബൈ 5 മൈനസ് V2 ബൈ 5 പ്ലസ് V3 ബൈ 10 മൈനസ് V2 ബൈ 10 ഈസ് ഈക്വൽ ടു 0 എന്നൊക്കെ ഈസ് ഈക്വൽ ടു -10 എന്ന് എഴുതുക. ഇനി അതിന് ശേഷം ഞാൻ ഇതിനെ എന്ത് ചെയ്യുക, V1ൻ്റെ എല്ലാം ഒരുമിച്ചാക്കുന്നു. ഓക്കെ, V1 ആകെ 1/5 മാത്രമേ ഉള്ളൂ. ദെൻ V2 എല്ലാം കൂടെ ഒരുമിച്ചാക്കുമ്പോൾ 1/5 പ്ലസ് 1/10 ഉണ്ട്. ഞാൻ ഈ മൈനസ് പുറത്തെടുത്തത് കൊണ്ടാണ് പ്ലസ് വന്നതേ. പ്ലസ് V3 ബൈ 10 ഇസ് ഈക്വൽ ടു -10. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ചെയ്യുമ്പോഴേ എനിക്ക് 0.2 V1 മൈനസ് 0.3 V2 പ്ലസ് 0.1 V3 ഇസ് ഈക്വൽ ടു -10 എന്നായിരിക്കും എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, ഓക്കെ ആണോ നിങ്ങൾ? ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തത് ഞാൻ എന്തെടുക്കുന്നു, നോഡ് 3 എടുക്കുന്നു. ഞാനത് ഇവിടേക്ക് തന്നെ എഴുതുവാണ്. അറ്റ് നോഡ് 3. ഓക്കെ, നോക്കിക്കേടാ, ഇവിടെ നോക്കിക്കേ. നോഡ് 3 ഞാൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ നോഡിനും 3 ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ബ്രാഞ്ച് ആദ്യം അങ്ങ് വരയ്ക്കുക. ഓക്കെ, 3 ബ്രാഞ്ച് ഉണ്ട്. അതിൽ IN എന്ന് പറയുന്ന ഒരു കറണ്ട് താഴേക്ക് പോകുന്നു. ഈ ഇവിടെ നിന്ന് വരുന്ന 10 ohmൻ്റെ അവിടേക്ക് അത് പോവുകയാണ്. സോ ദാറ്റ് ഈസ് IZ ഇസ് ലീവിങ് ആൻഡ് IX മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. ഓക്കെ, ഇവിടെ KCL അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും, KCL അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻട്രിങ് കറൻറ്റ് പോസിറ്റീവാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ IX മൈനസ് IZ മൈനസ് IN ഇസ് ഈക്വൽ ടു 0. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യുക, അവരുടെ ആ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. IX എന്ന് പറയുന്നത് എന്താണ്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതാ ഈ പോയിൻ്റിൽ നിന്ന്. സോ എനിക്ക് ഇതെങ്ങനെ എഴുതാൻ പറ്റും, V1 മൈനസ് V3 ബൈ 20 മൈനസ് IZ എന്ത്, IZ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, V2 നിന്നാണ്. അപ്പം സോറി V3 നിന്നാണ്. V3 മൈനസ് V2 ബൈ 10. V3 മൈനസ് V2 ബൈ 10. ദെൻ ലാസ്റ്റ് വൺ ഇസ് IN. ഇതും ബ്രാക്കറ്റ് ഇടണം കേട്ടോ. IN അതെവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, V3യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, താഴെ 0. അപ്പം V3 മൈനസ് 0 ബൈ 5 ഇസ് ഈക്വൽ ടു 0. അപ്പം ഇങ്ങനെ എഴുതുക. ഇനി എന്ത് ചെയ്യുക, V1 ബൈ 20 മൈനസ് V3 ബൈ 20 അതെന്നൊക്കെ എഴുതിയിട്ട് ഞാൻ അതിനെ ഗ്രൂപ്പ് ചെയ്ത് V1ൻ്റെ സാധനം ഒരുമിച്ച് എഴുതുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. 0.05 V1 പ്ലസ് 0.1 V2 minus 0.35 V3 is equal to 0. So this is my third equation. ഞാൻ ഇത് ക്രേമേഴ്സ് റൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ V1ഉം V2ഉം V3ഉം കണ്ടുപിടിക്കാം. ഞാനത് എന്താണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സൈമൾട്ടേനിയസ് ഇക്വേഷനിൽ 3 അൺനോൺ വെച്ചിട്ട് ഞാൻ V1ഉം V2ഉം V3ഉം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എനിക്ക് V1 കിട്ടിയേക്കുന്നത് 45.45 വോൾട്ടാണ്. ആൻഡ് V2 കിട്ടിയേക്കുന്നത് 72.8
73 വോൾട്ടാണ്. പിന്നെ ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഞാനത് പറഞ്ഞുതരാം. V3 ഈസ് ഈക്വൽ ടു 27.27 വോൾട്ടാണ്. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? VA, VB, VC ആൻഡ് ഓൾ ദീസ് കറൻറ്റ്സ് അതെല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ VA എന്ന് പറയുന്നത് എന്താണെന്ന് പറയൂ. VA എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ 10 ഓമിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അതല്ലേ എഴുതി വെച്ചേക്കുന്നത്. എന്താ എഴുതി വെച്ചേക്കുന്നത്? സോറി നോട്ട് ദിസ് വൺ. VA എന്ത് ചെയ്താ? അതായത് VA എന്ന് പറയുന്നത് ഇതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഓമിന് അക്രോസ് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് V3 മൈനസ് 0 ആണ് VA എന്ന് പറയുന്നത്. അപ്പം V3 മൈനസ് 0 എന്ന് പറയുമ്പോൾ എനിക്ക് 27.27 വോൾട്ട് തന്നെ കിട്ടും. ഇനി അടുത്തത് VB ആണ്. VB എന്ത് ചെയ്യും? ഇതാ VB എന്ന് പറയുന്നത് ഇതിൻ്റെ അക്രോസ് ആയിട്ടുള്ള, ദാറ്റ് ഈസ് ഈ ഡയറക്ഷനിൽ. അപ്പോൾ 0 മൈനസ് V1, അതായത് നമ്മൾ ഈ IM എഴുതി വെച്ചേക്കുന്നതാണല്ലോ VB എന്ന് പറയുന്നത്. ഓക്കെ, സോ മൈനസ് V1 ബൈ ഒന്നും വേണ്ട, വോൾട്ടേജാണ്, മൈനസ് V1 ആണ്. സോ ദാറ്റ് ഈസ് മൈനസ് 45.45 വോൾട്ട്, മൈനസ് 45.45 വോൾട്ട്. ഇനി VC എനിക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്, VC എന്ന് പറയുന്നത് ഇതിൻ്റെ അക്രോസ് ആയിട്ടുള്ള, അതായത് V1 മൈനസ് V3 ആണ്. അതവിടെ എഴുതുക. VD എന്ന് പറയുന്നത് V3 മൈനസ് V2 ആണ്. അപ്പം എനിക്ക് VC എന്ന് പറയുന്നത് V1 മൈനസ് V3 ഒരു 18.18 കിട്ടും. VD എന്ന് പറയുന്നത് V3 മൈനസ് V2 ചെയ്യുമ്പോൾ മൈനസ് 45.4 കിട്ടും. ഓക്കെ, അപ്പം ഇത്രയും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വോൾട്ടേജുകളെല്ലാം കണ്ടുപിടിക്കുക. ഇനി അതിനുശേഷം എന്ത് ചെയ്യുക? ഓരോ കറണ്ടും കണ്ടുപിടിക്കുക. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്? IM ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ IMൻ്റെ ഇക്വേഷൻ എന്താ? മൈനസ് V1/10. അപ്പോൾ ഈ V1 ഇവിടെ ഓൾറെഡി സോൾവ് ചെയ്ത് കിട്ടിയിട്ടില്ലേ? V1 V2 V3 ഒക്കെ അത് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0.09 എന്നാണ് എനിക്ക് കിട്ടിയത്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇതാണ് എൻ്റെ രീതി. ഇനി IN എന്ന് പറയുന്നത് എന്താണ്? V3/5. ഓക്കെ, V3/5. ഇവിടെ നിന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും. V3 മൈനസ് 0/5 ആണ്. അപ്പോൾ V3/5. അപ്പോൾ അത് എനിക്കൊരു 5.45 കിട്ടി. ദെൻ IZ എനിക്കൊരു 4.54 ആണ് കിട്ടിയത്. IZ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത്? V3 മൈനസ് V2 ആണ് IZ. അപ്പം അത് വെച്ച് ഈ സാധനം എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് കണ്ടുപിടിക്കാം. IY പറയടാ. V1 മൈനസ് V2 ആണ് IY. അപ്പോൾ അതെനിക്കൊരു മൈനസ് 5.45 ആണ് കിട്ടുന്നത്. ദെൻ ദിസ് IM കണ്ടുപിടിച്ചു. IX ഇനിയുള്ളത് IX ആണ്. IX എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ IX കേട്ടോ. ദിസ് ഇസ് മൈ IX. IM എന്ന് പറയുന്നത് എനിക്ക് മൈനസ് 4.45 ആണ് കിട്ടിയത്. 54 ആണ് കിട്ടിയത്. അതായത് ഇതിനകത്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് എല്ലാം കിട്ടും. സോ ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. വലിയ പാടൊന്നുമില്ല. നമ്മൾ ആ കറണ്ട് പോകുന്ന ഡയറക്ഷൻ അനുസരിച്ച് എടുക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ താങ്ക് യു.